ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ബാംഗ്ലൂരിലുള്ള ഐക്യയിലാണ്. കുറേ പേരൊക്കെ വന്നിട്ടുണ്ടാവും, എന്നാലും ഇതുവരെയും വരാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ബാംഗ്ലൂരിലുള്ള ഈ ഐക്യ. അപ്പോൾ നമുക്ക് കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാം. വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസാണ് ഇവിടെ ഉള്ളത്. എൻട്രൻസിൻ്റെ അടുത്തായിട്ട് തന്നെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ എൻട്രൻസിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയതാണ്. ശരിക്കും ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് വീടെടുത്ത് താമസിക്കാനൊക്കെ മനസ്സിലൊരാഗ്രഹം വരും. പൊതുവേ എല്ലാ ഇതിനും കുറച്ചൊക്കെ റേറ്റ് കൂടുതലാണ്, എന്നാലും നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ റേറ്റ് കുറഞ്ഞിട്ട് ഒരു അണ്ടർ 99, അണ്ടർ 500 നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള സാധനം വെച്ചിട്ട് മാക്സിമം സ്പേസ് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ആക്കാമെന്നാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും ബെഡ്റൂം, കിച്ചന് ഒക്കെ സെറ്റ് ചെയ്തത് കാണുമ്പോൾ നമുക്ക് ശരിക്കും അതുപോലെ സെറ്റ് ചെയ്യാനൊക്കെ തോന്നും. ഇതിൻ്റെ കൂടെ തന്നെ ഓരോന്നിൻ്റെയും പ്രൈസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഭയങ്കര ക്രൗഡാണ്. ഇന്ന് പൊതുവേ തിരക്കില്ലാത്തൊരു ടൈമാണ്. ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. രാവിലെ ഒരു 10 മണി മുതൽ 3 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഷോപ്പിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഓരോ സാധനങ്ങളും വാച്ച് ചെയ്ത് ഇങ്ങനെ നോക്കി കാണാനൊക്കെ നല്ല രസമായിരിക്കും. നമ്മൾ ഹോം ഡെക്കോർ ഐറ്റംസും അതുപോലെ ക്രോക്കറീസ്, കുക്കീസ് ഒക്കെ ഉണ്ട്. ഈ കുക്കീസിനൊക്കെ ഓഫർ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ക്ലോക്ക്, കർട്ടൻസ്, ഫ്രിഡ്ജ്, കാണാത്ത പല പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. ഇതുപോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ വാർഡ്രോബ്സ്, കിച്ചൺ കബോർഡ്സ്, ഇതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പല പല മോഡലിൽ, ഡിസൈനിൽ നമുക്കിത് കാണാൻ പറ്റും. ശരിക്കും വീടൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കി നിൽക്കുന്നവർക്കൊക്കെ നല്ല ഉപകാരമാണ്. പല പല ഐഡിയാസ് കിട്ടും. പിന്നെ ഇതൊക്കെ കുറച്ച് ഡിന്നർ പ്ലേറ്റ്സ് ആണ്. ഇതൊക്കെ കുറച്ച് ഹൈ കോസ്റ്റിലാണ് ഉള്ളത്. പിന്നെ അത് കൂടാതെ കിച്ചണിക്ക് ആവശ്യമായിട്ടുള്ള നൈഫ്, ഫോർക്ക്, സ്പൂണ്, മഗ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ബോട്ടിൽസ് കുറേ കാണാം. ഇതൊക്കെ കുറച്ച് അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ. പിന്നെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പ്ലാസ്റ്റിക് ബാഗ്സൊക്കെ നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വലുതും ചെറുതും ഉണ്ട്. പിന്നെ പല പല ഡിസൈനിലുള്ള ഫോട്ടോ ഫ്രെയിംസ്, അതുപോലെ കുട്ടികൾക്കുള്ള റൂം സെറ്റാക്കുന്നത്, പിന്നെ ഓഫീസിലേക്ക് വേണ്ട ആവശ്യമുള്ള ചെയേഴ്സ്, ടേബിൾസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതായത് ഫുൾ ഓഫീസ് സെറ്റപ്പിന് വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കാത്ത ടൈപ്പിൽ ഓരോ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇതുപോലെ കുറേ ബെഡ്റൂംസ് ഉണ്ട്. ഇത് നല്ലൊരു കളർ തീമൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബെഡ് സെക്ഷനാണ്. ബെഡ്സ്, അതേപോലെ ബ്ലാങ്കറ്റ്സ്, ബെഡ്ഷീറ്റ്സ്, പില്ലോസ്, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഏരിയ തന്നെയാണിത്. ഇത് വാർഡ്രോബ് സെക്ഷനാണ്. ഇവിടെ പല സൈസസിലുള്ള വാർഡ്രോബ്സ് കാണാം. ഒക്കെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി വേറിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മിറേഴ്സിൻ്റെ സെക്ഷൻ ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ് ഉള്ളത്. ഇതൊക്കെ ഓഫറിലാണ്, അതുകൊണ്ട് ഇതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. ഇതൊക്കെ അണ്ടർ 99 വരുന്ന സെക്ഷൻസാണ്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അണ്ടർ 99 കിട്ടും. ഇനി ഇവർക്കൊരു ഫുഡ് സെക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നതാണ് ഇപ്പോൾ ഈ ഫുഡ് സെക്ഷനിലോട്ട്. ഇവിടെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ട്രോളിയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവരുടെ ഫുഡ് സെക്ഷന്. ഇതിപ്പോൾ ഇന്ന് തിരക്ക് കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള വലിയ ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വരും. ഇവിടെ ഒരു ട്രോളി ഉണ്ട്. ആ ട്രോളിയിൽ ട്രേ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ എടുക്കാം. ഇതൊക്കെയാണ് ഇവരെ ഓപ്ഷൻസ്. സാൻഡ്വിച്ചസ്, അതേപോലെ ചീസ് കേക്ക്, മഫിൻസ്, അങ്ങനെ കുറേ ഉണ്ട്. കുറച്ച് ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്. വെജ്, നോൺ വെജും ഉണ്ട്. പിന്നെ അതുപോലെ ഫ്രൈസ്, ക്രോസാൻഡ്, അങ്ങനത്തെ കുറച്ച് ടൈപ്സും ഉണ്ട്. പിന്നെ നമുക്ക് കോള വേണമെങ്കിൽ കോള, അങ്ങനത്തെ ജ്യൂസ് ടൈപ്സും അതുപോലെ തന്നെ കോഫിയൊക്കെ എടുക്കാം.
പിന്നെ സീറ്റിംഗ് സ്പേസും അതുപോലെ തന്നെ ഫുഡ് ചൂടാക്കാനൊക്കെ അവിടെ സൗകര്യമുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ബോട്ടിൽസാണ് ഈ ബ്ലാക്ക് വണ്ണ്. ഇവിടെ മെയിനായിട്ട് കിച്ചൺ ഐറ്റംസ് ആണ്. പ്രഷർ കുക്കേഴ്സ്, പാൻസ്, ഇങ്ങനെയൊക്കെ കുറേ കാണാം. ഈ ഡിന്നർ പ്ലേറ്റ്സ് ഒക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, പക്ഷെ അതിൻ്റെ ഒരു ലുക്കും ഉണ്ട് അതിന്. ഇത് കാർപ്പറ്റ്സിൻ്റെ ഏരിയയാണ്. ഇവിടെ വലുതും ചെറുതുമായിട്ടുള്ള കാർപ്പറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, കുറേ സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്. പല ടൈപ്പിൽ ഉള്ള സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്. ചിലതൊക്കെ ഓഫറിൽ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണെല്ലാം. പിന്നെ ഇത് ലൈറ്റിംഗ് സെക്ഷനാണ്. ഈ സെക്ഷനിൽ ഫുൾ ക്യാൻഡിൽസ് ആണ്. അതുപോലെ തന്നെ ക്യാൻഡിൽ ഹോൾഡേഴ്സും ഉണ്ട്. ഇവിടെ എല്ലാ സെക്ഷനും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഓവറോൾ ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് സ്റ്റോറേജ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ബില്ലിംഗ് സെക്ഷനൊക്കെ. അപ്പോൾ ഇതാണ് ഇവരുടെ സ്റ്റോറേജ് ഏരിയ. ഇവിടെ നമുക്ക് ഏതെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതാണ് ഇവരുടെ ബില്ലിംഗ് സെക്ഷൻ. ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവർക്കൊരു ആക്സിസ് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ചെറിയ ഡാമേജ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവർ ഈ സെക്ഷനിലോട്ട് മാറ്റും. അപ്പോൾ നമുക്കത് വില കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ലക്കടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ നല്ല സാധനമൊക്കെ ചെറിയൊരു പോറയിലൊക്കെ വീണിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവാത്ത അങ്ങനത്തെ സംഭവമൊക്കെ വില കുറഞ്ഞിട്ട് കിട്ടും. ബെഡ്ഷീറ്റ്സ്, പ്ലേറ്റ്സ്, ഡിന്നർ പ്ലേറ്റ്സ്, സോഫ, വാർഡ്രോബ്, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നും ആൾക്കാർ എടുക്കുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം വരുമ്പോൾ പല സാധനങ്ങളാണ് കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകും. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈക്കം ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യാത്തവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഷോപ്പിംഗ് സെൻറ്ററാണ്. ഇനി ബാംഗ്ലൂർക്കൊക്കെ ടൂർ വരുന്നവർക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇത് കണക്കാക്കാം. എന്തായാലും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങുള്ളൂ, അത് ഷുവറാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് നന്നായി ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് പല ക്രിയേറ്റീവ് ഐഡിയാസ് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.